തിരുവിതാംകൂർ ദേവസ്വം നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരും. ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി നീട്ടി നൽകും വിധമാണ് ഭേദഗതി. ബോർഡിന്റെ കാലാവധി ജൂൺ മുതൽ ജൂൺ വരെയാക്കും. ശബരിമല സീസണിന് മുൻപാണ് നിലവിൽ കാലാവധി അവസാനിക്കുന്നത്. പുതിയ ഭരണസമിതിക്ക് ശബരിമല നിയന്ത്രണത്തിലെ പ്രായോഗിക ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് ഭേദഗതി. നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഓർഡിനൻസ് കൊണ്ടുവരാനാണ് തീരുമാനം. സെയ്ഫ് ലാബ്ദീൻ, സെയ്ഫ്, എന്തിനാണ് ഈ മാറ്റം? സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ വേണ്ടി ഇനി ഏതാണ്ട് കുറച്ച് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് നിലവിലുള്ള പ്രസിഡന്റ് തന്നെ മുന്നോട്ട് പോകട്ടെ, പ്രസിഡന്റും അംഗങ്ങളും തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അവരുടെ കാലാവധി നിലവിൽ 2 വർഷമാണ്. ഒരു പ്രസിഡന്റോ അംഗങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാലാവധി 2 വർഷമാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. 2 വർഷം കഴിയുമ്പോൾ പ്രസിഡന്റോ അംഗങ്ങളും മാറണം. പക്ഷേ ഈ ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടാകുമ്പോൾ അത് ശബരിമല സീസണെ ബാധിക്കുന്നുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. അതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ കൂടിയുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോഴത് കൊണ്ടുവരാനുള്ള കാരണം അത് ഈ നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടാകില്ല. നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് ഓർഡിനൻസ് ആയിട്ട് കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൊണ്ടുവരാനുള്ള കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ സംസ്ഥാന സർക്കാരിന് ഇനി കുറച്ച് മാസം മാത്രമാണ് ബാക്കിയുള്ളത് ഈ സർക്കാരിന്റെ കാലാവധി കഴിയാൻ വേണ്ടി. അതുകൊണ്ട് ആ കാലയളവിൽ ഈ പ്രസിഡന്റ് തന്നെ ഇരിക്കട്ടെ. അത് ശബരിമല സീസണെയും ഈ പുതിയൊരാൾ വന്നിട്ട് അത് പഠിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ തന്നെ ചെയ്യട്ടെ, അംഗങ്ങളും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അത് ഈ നിയമസഭാ സമ്മേളനം കഴിയുന്നതിന് പിന്നാലെ തന്നെ മന്ത്രിസഭാ യോഗം പരിഗണിച്ചുകൊണ്ടൊരു ഓർഡിനൻസ് ആയിട്ടായി അത് കൊണ്ടുവരും. ഇനി ഈ സർക്കാരിന്റെ കാലത്ത് ഒരു നിയമസഭാ സമ്മേളനം കൂടി നടക്കാനുണ്ട്. ആ നിയമസഭാ സമ്മേളന കാലയളവിൽ അത് ബില്ലായി മാറ്റാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. നിഷാദ്, ശരി, സെയ്ഫ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. 2020 സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി നടത്താമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വാഗ്ദാനം ചെയ്തുവെന്ന് ഇക്കാര്യം അറിയിച്ച് 2020 ഫെബ്രുവരിയിൽ ദേവസ്വം ബോർഡിന് അദ്ദേഹം ഒരു കത്ത് നൽകി. ശില്പങ്ങൾക്ക് മങ്ങലുണ്ടെന്നും അറ്റകുറ്റപ്പണി നടത്താമെന്നുമായിരുന്നു വാഗ്ദാനം അന്ന് ബോർഡ് പക്ഷേ നിരാകരിക്കുകയായിരുന്നു. RB സനൂപ് തിരുവനന്തപുരത്ത് നിന്ന്. സനൂപ്, എന്താണ് ഈ കഥ? സനൂപ് കേൾക്കുന്നുണ്ടോ? സനൂപ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട കഥകൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ അവസാനിക്കുന്നില്ല. 2020 ശില്പങ്ങൾക്ക് മങ്ങലുണ്ടെന്നും അവയിൽ അറ്റകുറ്റപ്പണി നടത്താമെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിനെ പോറ്റി സമീപിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പക്ഷേ ബോർഡ് അന്ന് നിരാകരിക്കുകയായിരുന്നു. സനൂപ്, എന്താണ് ഇതിന്റെ വിശദാംശം? എന്താണ്? നിഷാദ്, 2019 ഓഗസ്റ്റ് 29 ചെന്നൈയിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളിൽ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അതിനുശേഷമാണ് 2020 ഫെബ്രുവരിയിലും ഇതിൽ മങ്ങൽ വന്നിട്ടുണ്ട്, വീണ്ടും സ്വർണം പൂശി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നത്. ഒരു വാഗ്ദാനം നൽകി അദ്ദേഹം കത്തും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകുകയായിരുന്നു. പക്ഷേ അന്നെന്തോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിന് അനുമതി നൽകിയില്ല. അങ്ങനെ ആ ശ്രമം പാളിപ്പോവുകയായിരുന്നു. എന്തായാലും അപ്പോഴും ഈ പറയുന്ന പോലെ ഇവിടെ നിന്ന് പാളികൾ കടത്താൻ വേണ്ട ഒരു ശ്രമമായിരിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ള കാര്യമാണ് നിലവിലിപ്പോൾ വിജിലൻസ് അന്വേഷിക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിലേക്ക് വിജിലൻസ് കടക്കുകയാണ്. ബാംഗ്ലൂരിലെ ഇയാളുടെ ഇടപാടുകൾ അടക്കം ഇപ്പോൾ ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കവും തിരുവിതാംകൂർ വിജിലൻസിന്റെ ഭാഗത്തുനിന്ന്, ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഈ മാസം അവസാനത്തോടു കൂടി ഹൈക്കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് സമർപ്പിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കൂടി വിജിലൻസ് കടക്കുക. ഇയാളെ മാത്രം ചോദ്യം ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇയാളുടെ സഹായികളുണ്ട്, വാസുദേവൻ എന്ന സഹായികളുണ്ട്. അതിനോടൊപ്പം തന്നെ നേരത്തെ സ്പോൺസർ എന്ന പേരിൽ ഉണ്ണികൃഷ്ണനോടൊപ്പം ഉണ്ടായിരുന്ന 2 പേർ കൂടിയുണ്ട്. അവരുടെ അടക്കം വിവരങ്ങൾ വിജിലൻസ് ശേഖരിച്ചു വരികയാണ്. ഇടപാടുകൾ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളടക്കം ശേഖരിച്ച് വരികയാണ്. 2019 ഈ പറഞ്ഞ പോലെ 4 കിലോ തൂക്കം കുറയാനുള്ള കാരണമടക്കം പരിശോധിക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ പറയുന്ന പോലെ ഇവിടെ നിന്ന് കൊണ്ടുപോയ സാധനമല്ല ഈ ചെന്നൈയിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് സ്വർണം പൂശി തിരികെ എത്തിച്ചു എന്നുള്ള കാര്യം കൂടി വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വ്യക്തത വിജിലൻസിന്റെ അന്വേഷണത്തിൽ ലഭിക്കും. അക്കാര്യം തന്നെയായിരിക്കും ഹൈക്കോടതിയെ അറിയിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദുരൂഹമായിട്ടുള്ള ഇടപാടുകളെല്ലാം തന്നെ അതിൽ ഊന്നിയുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.